നമസ്കാരം. നിലമ്പൂരിൽ വോട്ടെടുപ്പാണ്. നിലമ്പൂരിലെ വോട്ടെടുപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ആന പിടിച്ചാൽ മറിയാത്ത തേക്കിന്റെ നാട്ടിൽ, അത്ര തന്നെ പ്രൗഢിയുള്ള രാഷ്ട്രീയ ചരിത്രമുള്ള നാട്ടിൽ, ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര മുഹൂർത്തങ്ങളുള്ള നാട്ടിൽ, വനസ്ഥലികളാൽ ചുറ്റപ്പെട്ട നാട്ടിൽ, ഈ നാട്ടിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് ഈ സായാഹ്നത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിലമ്പൂരിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം, ഇനി തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ് നിലമ്പൂരിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ളത് ശ്രീ വി കെ സനോജ്, DYFI സംസ്ഥാന സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി കെ അശോക് കുമാർ, അദ്ദേഹം BJPയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്. ശ്രീ ഇഫ്തിഖർ ഉദ്ദീൻ, അദ്ദേഹം DCC ജനറൽ സെക്രട്ടറി. ആദ്യം വി കെ സനോജിലേക്ക്. വി കെ സനോജ്, LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എം സ്വരാജിന്റെ പേരും കേൾക്കുന്നുണ്ട്. എം സ്വരാജ് ഇവിടുത്തുകാരനാണ്, അദ്ദേഹം ആയിരിക്കുമോ കാൻഡിഡേറ്റ്? അല്ല, ആര് എന്നതിൽ വ്യക്തത വരാൻ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി യോഗവും അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗവുമെല്ലാം ചേർന്ന് 30-ന് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അപ്പോൾ ആര് എന്നത് അതിൻ്റെ നേതാക്കന്മാർ ആ ഘട്ടത്തിലാണ് പുറത്ത് പറയുക. പക്ഷേ എം സ്വരാജ് ഉൾപ്പെടെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഗൗരവം അത് നേരത്തെ തന്നെ ഇടതുമുന്നണി കാണുന്നുണ്ടല്ലോ. ഭരണ തുടർച്ച എന്ന മൂന്നാം വട്ടവും പിണറായി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അതിന്റെ ഒരു ടെസ്റ്റായി മാറുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണോ ഇത്? ഇല്ല, സ്വരാജിന്റെ പേര് മാത്രമല്ല, സ്വരാജ് ഉൾപ്പെടെയുള്ള നിരവധി CPMന്റെ നേതൃത്വം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വരാജ് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വരാജ് സ്ഥാനാർത്ഥിയാവും എന്നല്ല, സ്വരാജ് ഉൾപ്പെടെ പാർട്ടി ചുമതലയുടെ ഭാഗമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വരാജിന്റെ നാട് കൂടിയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതുകൊണ്ട് ആമുഖമായി ചോദിച്ചതേ ഉള്ളൂ. പ്രത്യേകം നിലമ്പൂരായതുകൊണ്ട്, സ്വരാജ് ഇവിടുത്തുകാരനായതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതിൽ ഒരു ദുഷ്ചിന്തയോടുകൂടിയല്ല, ചർച്ച ചെയ്യപ്പെടുന്ന പേര് എന്ന നിലയിൽ ചോദിച്ചേ ഉള്ളൂ. എങ്ങനെയാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ ഇടതുമുന്നണി നോക്കിക്കാണുന്നത്? മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ എത്രത്തോളം പ്രധാനമാണ് നിലമ്പൂർ എന്ന ചോദ്യമാണല്ലോ ഇപ്പോൾ PV അൻവർ. അത് സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അൻവർ ഉന്നയിച്ച വിഷയം ഉൾപ്പെടെ എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാകും? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ് എന്നതാണ് നിങ്ങളുടെ ഒരു അസസ്മെന്റ്? അല്ലേ, ഒന്നാമത്തെ കാര്യം, ഈ അൻവർ ഉന്നയിച്ച വിഷയമൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല. അൻവർ ഉന്നയിച്ച വിഷയം അൻവറിന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് സംശയമാണ്. അപ്പം അൻവർ ഓരോ ഘട്ടത്തിലും പല പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് അൻവർ എങ്ങനെയാണ് തിരുത്തിയത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ അൻവർ അല്ല ഇന്നത്തെ അൻവർ, ഇനിയിപ്പോൾ ഇന്നത്തെ അൻവർ ആയിരിക്കില്ല നാളത്തെ അൻവർ. അപ്പം അൻവറിനെയൊന്നും വിശ്വസിച്ചിട്ട് ഈ നിലമ്പൂരിലെ ഒരാളും അതിന് പിന്നിൽ അണിനിരക്കുന്ന പ്രശ്നമില്ല. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അൻവർ പറയുന്ന വാക്ക്, അത് തിരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിലയിരുത്തിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നിലമ്പൂര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ചരിത്ര വിജയം ഇടതുപക്ഷം ആവർത്തിക്കും എന്നുള്ളതാണ്. അത് നിലമ്പൂരിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, കേരളത്തിലെ ആകെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഭരണ സംവിധാനം തുടരണം എന്നതിനും ആ ഭരണ സംവിധാനത്തിന് ഇവിടെ ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമായിട്ടും ഇത് വരും എന്ന കാര്യത്തിൽ സർക്കാരിനുള്ള മാർക്കിടലാണ്, വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്താണോ നിങ്ങൾ കണക്കാക്കുന്നത്? അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയങ്ങൾക്ക് ഇപ്പോൾ വികസനമായിരിക്കുമല്ലോ പ്രധാനമായും മുൻനിർത്തി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുക, പ്രചാരണത്തിന്റെ മെറ്റീരിയലൊക്കെ തയ്യാറാക്കുക. അപ്പോൾ സർക്കാരിനുള്ള മാർക്കിടൽ, പിണറായി സർക്കാരിന്, രണ്ടാം സർക്കാരിന് ഇത്ര മാർക്ക് എന്നതിൻ്റെ ഒരു സൂചകമായി മാറുമോ നിലമ്പൂരിലെ ഫലം? അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ വികസനങ്ങളാകെ ഇവിടെ ചർച്ച ചെയ്യും. മാത്രമല്ല, നിലമ്പൂരിൻ്റെ വികസനങ്ങൾ, നിലമ്പൂരിൻ്റെ നേട്ടങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. ഇവിടെ മുൻ MLA ആയിട്ടുള്ള PV അൻവർ തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്കറിയാലോ. അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ നാട് ഈ നിലയിലേക്ക് മാറിയത് ഇടതുപക്ഷത്തിൻ്റെ ഭരണമുള്ളത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകം മുൻകൈയെടുത്തുകൊണ്ട് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഇവിടെ ചെയ്തു തന്നു. അതിനെല്ലാം നേട്ടങ്ങളുടെ വലിയ പട്ടിക തന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയും. ഏതാണ്ട് 2000 കോടി രൂപയിൽ കൂടുതൽ തുക ചെലവഴിച്ചുള്ള വികസന പ്രവർത്തനത്തിന്റെ വിവരങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഓരോ കാര്യങ്ങൾ സംബന്ധിച്ചും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഇവിടെയുള്ള ജനങ്ങൾ കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ ഇഫ്തിഖർ ഉദ്ദീൻ, PV അൻവറിന്റെ കാലം, ആ കാലത്തെ കോൺഗ്രസ് അതിനിശ്ചിതമായി എതിർത്തതാണ്. വികസന മുരടിപ്പിന്റെ കാലമാണ്. ദീർഘകാലം ആര്യാടൻ എന്ന ഇവിടുത്തെ കൊടുങ്കാറ്റിന് പോലും പിടിക്കാൻ കഴിയാത്തത് എന്ന് UDF ഉയർത്തിക്കാട്ടിയ, ആദ്യം അദ്ദേഹം വിജയിച്ചത് അന്ന് ഇടതുമുന്നണിയുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും പിന്നീട് രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം അജയ്യനായിരുന്നു.
നിലമ്പൂരിൽ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം നടത്തിയ തേരോട്ടം അത് തുടരാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ അഭാവത്തിലുമാണ്. പിന്നീട് വന്ന PV അൻവറിനെ നിശിതമായി വിമർശിക്കുകയായിരുന്നു കോൺഗ്രസും UDF-ഉം ചെയ്ത. PV അൻവറിനെ ഒപ്പം കൂട്ടുമ്പോൾ PV അൻവറിന്റെ കാലത്തെ നിങ്ങൾ എങ്ങനെയായിരിക്കും വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുക? അതൊരു വികസന മുരടിപ്പിന്റെ കാലമായിരിക്കുമോ, വികസന നേട്ടത്തിന്റെ കാലമായിട്ടായിരിക്കും ഒപ്പം കൂട്ടുമ്പോൾ അവതരിപ്പിക്കുക? ഈ പിണറായി സർക്കാർ 9 വർഷക്കാലം നിലമ്പൂർ എന്നല്ല കേരളത്തെ എല്ലാ മേഖലയിലും തകർത്തൊരു സർക്കാരാണ്. മാതൃഭൂമിക്ക് അതിൽ സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, മാതൃഭൂമിയുടെ പൊതുജനത്തിന് സംശയമില്ല. അതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത് മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള കാരണം ഒന്നാമതായി ജനകീയ സർക്കാർ ആകേണ്ടതിന് പകരം ജനദ്രോഹ സർക്കാരായി മാറി. ഇവിടെ നിലമ്പൂരിനെ പരിശോധിച്ചാൽ 77-ന് ശേഷമാണ് നിലമ്പൂർ വികസനം എന്ന് കണ്ടത്. അതുവരെ ഒരു വികസനവും പറയാനില്ല. അങ്ങനെ പറയാൻ കഴിയെങ്കിൽ ഇപ്പോൾ പറയാം. ഒരു വികസനവും ആര്യാടൻ മുഹമ്മദ് MLA ആകുന്നതിന് മുമ്പ് ഇവിടെ ഇല്ല. 3 മണിക്കൂർ 3 ദിവസമെടുത്താൽ നമ്മുടെ നിലമ്പൂരിൽ സഞ്ചരിച്ച് കാണാമായിരുന്നു എങ്കിൽ, നിയോജകമണ്ഡലം കാണാമായിരുന്നു എങ്കിൽ ഇന്ന് 1.5 മണിക്കൂർ കൊണ്ട് അത് സാധ്യമാകും. ഒരു പാലം പോലും 77-ന് ശേഷം ചരിത്രം കൂടെ പറയണേ. 77-ന് ശേഷം ആര്യാടന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മന്ത്രിയായിരിക്കെ പിന്നീട് വന്ന് ആര്യാടന്റെ കാലഘട്ടം പറയട്ടെ. ആര്യാടൻ വന്നതിന് ശേഷം, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം, അദ്ദേഹം MLA ആയപ്പോൾ ലഭ്യമായിട്ടുള്ള വികസന പ്രവർത്തനമാണ്. ഇവിടെയുള്ള പാലങ്ങളെല്ലാം വന്നത് ആര്യാടൻ മുഹമ്മദ് MLA ആയ സമയത്താണ്. അദ്ദേഹമാണ് വികസനത്തിന് തുടക്കം കുറിച്ചത്. ഇവിടെ KSRTC-യുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനം നോക്കിക്കേ. 8 കോടിയിലധികം രൂപ അതിന് നീക്കിവെച്ചു. 1-ാം ഘട്ടം പൂർത്തീകരിച്ചു. 9 വർഷം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. നഞ്ചൻകോട് റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സർവേ ഉൾപ്പെടെ നടത്താൻ കോടാനുകോടി രൂപ ചെലവഴിച്ച് ആര്യാടൻ മുഹമ്മദിന് സാധിച്ചുവെങ്കിൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് സാധ്യമായിട്ടില്ല. PV അൻവറിന് സാധിച്ചിട്ടുണ്ടോ? PV അൻവർ ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം LDF സർക്കാർ കൊള്ള സർക്കാരാണെന്ന് പറഞ്ഞ് സ്വയം അദ്ദേഹം വിരമിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇടതുപക്ഷത്ത് നിന്ന് വിജയിച്ച വ്യക്തി നാട്ടിലെ ജനങ്ങളോട് പറയുന്ന വാചകം, ഇത് ജനകീയ സർക്കാരല്ല, ഇത് പിണറായിസമാണ്, പിണറായി ഏകാധിപതിയാണ്, അയാൾക്കും അയാളുടെ മകൾക്കും മരുമകനും വേണ്ടി ജീവിക്കുന്ന ഒരു സർക്കാർ, അതല്ലാതെ മറ്റൊന്നുമല്ല, ഇതാണ് പറയുന്നത്. അയാൾ അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇവിടുത്തെ MLA സ്വമേധയാ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞാൻ MLA ആയി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. മലപ്പുറം അത് തന്നെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന പിണറായി സർക്കാരിനെതിരായ ആരോപണം. പക്ഷെ PV അൻവർ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് PV അൻവർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ PV അൻവറിനെ വിശ്വാസത്തിലെടുത്ത് UDF-ന്റെ ഭാഗമാക്കാൻ കഴിയാതെ പോകുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. അത് സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതേസമയം PV അൻവറിന്റെ കാലത്തെ നിങ്ങൾ നേരത്തെ വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ PV അൻവറിനെ ചേർത്ത് വെച്ച് എന്ത് വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എത്രയോ മുമ്പ് ഉന്നയിക്കുന്നവരാണ്. അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. പക്ഷേ എന്താണോ UDF പറയുന്നത് അത് വളരെ വസ്തുതയാണ് എന്ന് മനസ്സിലായത് അൻവർ ഇത് പുറത്ത് പറഞ്ഞ് ഇറങ്ങി വന്നതോടുകൂടി ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി ഇത് പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ല, മറ്റത് ആരോപണമാണ്. ഇത് വസ്തുതയാണ്, സത്യസന്ധമായ അഭിപ്രായമാണ് UDF ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനം മനസ്സിലാക്കിയത് ഇദ്ദേഹം MLA എന്ന സ്ഥാനത്ത് നിന്ന് മാറുന്നു. ശരി, നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ നിലമ്പൂരിലെ വോട്ടർമാർക്ക് പറയാനുണ്ടാവും. PV അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള സമയമുണ്ട്. ഈ 3 പേരുമായിട്ടും ചോദ്യങ്ങൾ ഉന്നയിക്കാം. BJP പ്രതിനിധിയിലേക്കാണ്. ഇപ്പോൾ നിലമ്പൂർ BJPയെ സംബന്ധിച്ച് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ര ഭദ്രമായ പ്രകടനം നടത്തിയ സ്ഥലമല്ല. പക്ഷെ നിങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ BJPയുടെ നേതൃത്വം വരുന്നു. ദേശീയതലത്തിൽ തുടർച്ചയായി മോദി സർക്കാർ വരുന്നു. കേരളത്തിലും അതിനനുസരിച്ച അലയൊലി ഉണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം പലയിടത്തും നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരിൽ MP ഉണ്ടാകുന്നു. പിന്നെ എന്തുകൊണ്ട് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ 2ഉം 3ഉം വട്ടം ചിന്തിക്കുന്നു? നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ പലതവണ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തുറന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നിലമ്പൂരിൽ അനാവശ്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. 2016 വരെ കോൺഗ്രസ്സുകാരനായിരുന്ന PV അൻവർ
16 മുതൽ 9 വർഷക്കാലം CPM-ലേക്ക് വന്നു, CPM-നെ ഒഴിവാക്കി തിരിച്ചുപോയി. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മത്സരിക്കണമോ വേണ്ടയോ എന്ന 2 ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അന്തിമമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. നിങ്ങൾ നേരത്തെ കുറവുണ്ടോ ശ്രീ PK അശോകുമാർ? നിങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ അതൊരു മൈനോറിറ്റി മണ്ഡലമാണ്, അവിടുത്തെ പല ഘടകങ്ങളുണ്ട്, അതേക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിക്കണം. സാധാരണ നിലയിൽ ഞങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് ഇപ്പോൾ കുമ്മനം രാജശേഖരൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ അവകാശപ്പെടാറുണ്ട്. K. സുരേന്ദ്രൻ അവകാശപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം, കേരളത്തിലെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല, UDF ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവകാശപ്പെടുന്ന ഒരു പ്രതിപക്ഷം ഒരു സുപ്രധാനമായ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്ന നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ 2 വട്ടം വോട്ടർമാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ അനുഭവിച്ചിരുന്ന പ്രയാസം, കാലങ്ങളായിട്ട് ഇടതു വലതു മുന്നണികൾ ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണെന്ന് നിരന്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അത് ഞങ്ങളെ ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് മുൻകാലത്ത് BJP-യോടുണ്ടായിരുന്ന സമീപനത്തിൽ വലിയ മാറ്റമുണ്ടായി. മുനമ്പ് ഉയർത്തിയ പ്രശ്നം, മുനമ്പത്തെ ജനങ്ങളോട് ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ച നിലപാടുകൾ, ഈ നിലപാടുകൾ നിലമ്പൂരിലെ മലയോരത്തെ കർഷകർ, കുടിയേറ്റ കർഷകർ, അവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്. BJP-യിലേക്ക് വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമിച്ച് ആയിരങ്ങളെ കൊന്നുകളഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റുന്നതാണ്. അതേസമയത്ത് സിന്ദൂർ ഓപ്പറേഷൻ നടന്ന് രാജ്യം അഭിമാനത്തിൻ്റെ അത്യുന്നതിൽ നിൽക്കുമ്പോൾ ഒവൈസിയും ഒമർ അബ്ദുള്ളയും കാണിച്ച ആനുകൂല്യം പോലും കോൺഗ്രസിന് ഈ രാജ്യത്തൂർ കാണിക്കാൻ പറ്റിയിട്ടില്ല. ശശി തരൂരിന് നിലപാടെടുക്കുമ്പോൾ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ് PV അൻവർ എന്ന മുൻ കോൺഗ്രസ്സുകാരനൊപ്പം പിന്നാലെ പോകുന്ന ഒരു കോൺഗ്രസ് ജനപക്ഷത്തിൽ പ്രതിക്കൂട്ടിലാണ്. സിന്ദൂർ ഓപ്പറേഷന് ശേഷം ശശി തരൂരുമായി നാളെ ലോകത്തിൻ്റെ മുന്നിൽ സിന്ദൂർ ഓപ്പറേഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ശശി തരൂർ നിലമ്പൂർ വരുമ്പോൾ എന്താ അദ്ദേഹം പറയാൻ പോകുന്നത്? സിന്ദൂർ ഓപ്പറേഷൻ, അമേരിക്കയിലും എല്ലാ സ്ഥലത്തും പോയി സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ അദ്ദേഹം നിലമ്പൂരിൽ വന്ന് സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രീയ മാറ്റമാണ്. രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. 10-12 സംസ്ഥാനങ്ങളിൽ ഇതേ സമയത്ത് നിയമസഭയിലേക്ക് നടക്കുന്നുണ്ട്. അവിടുത്തെ ഒക്കെ തെരഞ്ഞെടുപ്പ് വിഷയമെന്നുള്ളത് പാകിസ്ഥാന് മേലെ നേടിയിട്ടുള്ള ഉന്നതമായ വിജയവും സിന്ദൂർ ഓപ്പറേഷനുമാണ്. അതിനെ നിലമ്പൂരത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി പ്രാദേശികമായ പ്രശ്നങ്ങൾ കറങ്ങിത്തിരിയാണ്. ഇനി പ്രാദേശിക പ്രശ്നം എടുത്തോട്ടെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക പ്രശ്നം എന്താണ്? 67-ാം പ്രതി കരിവന്നൂർ കേസിൽ AC മൊയ്തീൻ, 68-ാം പ്രതി CPM, 69-ാമത്തെ പ്രതി MM വർഗീസ്, 70-ാമത്തെ പ്രതി രാധാകൃഷ്ണൻ. 180 കോടി രൂപയാണ് കവർന്നെടുത്തത്. 128 കോടി രൂപ ED തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് നൽകി. ഈ സാഹചര്യമുണ്ട്. കരിവന്നൂരാണ് ചർച്ച ചെയ്യുന്നത്, കരിമണൽ കർത്തയുടെ മാസപ്പടിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതെന്ത് ചർച്ച ചെയ്താലും BJP-ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ഭയം എന്താണെന്നറിയോ? ഇനി ഇരവാദം ഉന്നയിച്ച് വേട്ടയാടലെന്ന് പറഞ്ഞ് ജനകീയ പ്രതിരോധമെന്ന് പറഞ്ഞ് AC മൊയ്തീനെ ഇടതുപക്ഷം നിലമ്പൂരിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ബേജാറാണ് ഞങ്ങൾക്കുള്ളത്. ചിലപ്പോൾ ചിഹ്നമെന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. നിങ്ങളുടെ ചിഹ്നം താമരയാണ്. ആ താമരയിൽ വോട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു സ്ഥാനാർത്ഥി വേണം എന്നത് വളരെ പ്രധാനമാണ്. ഇനി അത് BDJ's സ്ഥാനാർത്ഥിയാണെങ്കിലും മുന്നണിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ആ ഉറപ്പ് നിലമ്പൂർ വോട്ടർമാർക്ക് ഇപ്പോൾ കൊടുക്കണം. നിലമ്പൂരിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. സിറ്റിംഗ് MLA ഉള്ള പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോരെ, ഞങ്ങൾ പ്രഖ്യാപിക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ശരി, BDJ's ആണ് നേരത്തെ ഇവിടെ നിലമ്പൂരിലെ വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം 2016-ലെ തിരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം BDJ's മത്സരിച്ചപ്പോഴാണ് NDA അക്കൗണ്ടിൽ ഉണ്ടായത്. അന്ന് ശ്രീ മഞ്ചേരി ഭാസ്കരപിള്ളയായിരുന്നു ഇവിടുത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത്. അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയൊരു കാര്യദർശിയാണ്. ഈ സദസ് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നിലമ്പൂരിലെ വികസനത്തിൽ നിലമ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ വിവേകാനന്ദ എന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയം, അത് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും അറിയണമെന്നുമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും അധികം ഹയർ സെക്കൻഡറി ബാച്ചുകളുള്ള,
ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളിൽ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതൊരു ചെറിയ പള്ളിക്കൂടത്തിൽ നിന്ന് തുടങ്ങി അതിനെ വിപുലീകരിച്ചതാണ്. അതിപ്പോൾ പറയാൻ കാരണം അത് BDS-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി ബന്ധത്തിലല്ല പറഞ്ഞത്. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞൊരു 5-6 ഒരു ആഴ്ച പിന്നിടുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം അടുത്തൊരു പ്രധാനിയായിരുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയിൽ നമ്മുടെ അതിഥിയായി വരേണ്ടിയിരുന്ന ആളാണ്. നിലമ്പൂരിന് അങ്ങനെ വികസനത്തിന്റെ വലിയ ചരിത്രമുണ്ട്. അത് ആർക്കും ഒരാൾക്കും സ്വന്തമായ ചരിത്രമല്ല. ഇതൊരു കുടിയേറ്റത്തിന്റെ വലിയ സംസ്കാരമുണ്ട്. ഇത്രയധികം വനമേഖലയുള്ള 70% വനമേഖലയുള്ള സ്ഥലമാണ്. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും അപൂർവമായ വലിയ ചരിത്രമുള്ള മനുഷ്യർ, ആദിമ സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. കരുളായി വനമുണ്ട്. അങ്ങനെ വനമേഖല ഉൾപ്പെടെ പലവിധ രാഷ്ട്രീയ ചരിത്രം. ആ ചരിത്രത്തിലേക്ക് പോയാൽ ദീർഘനേരം നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടുത്തെ വികസന വിഷയങ്ങൾ അത് വളരെ പ്രധാനമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആരോടാണ് ചോദ്യം? ഹലോ. ആദ്യം അവിടെ. ബഹുമാനപ്പെട്ട അശോകൻ വക്കീൽ എൻ്റെ നെയ്ബറാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഹലോ, ഗുഡ് ഈവനിങ്. പിന്നെ നമ്മളിപ്പോൾ അന്താരാഷ്ട്ര ലെവലിലോട്ടും നാഷണൽ ലെവലിലോട്ടും നമ്മൾ പോകണ്ട. നമ്മളിപ്പോൾ നിയോജകമണ്ഡലം തലത്തിലല്ലേ നമ്മളിപ്പോൾ ഒരു ചർച്ച. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. എനിവേ, പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ 66 ഹൈവേയും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് എടുത്തിടണം. പക്ഷെ ഞാനിവിടെ നിലമ്പൂരിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ഇപ്പോഴത്തെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പുള്ളി ഇവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഇവിടെ മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ട് നിന്ന സമയത്ത് പുള്ളി കൊണ്ടുവന്ന വികസന പ്രവർത്തനക്കുള്ള ഒരു നാട്ടുകാരനായിട്ടുള്ള എനിക്ക് എണ്ണി എടുത്ത് പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ഫയർ സ്റ്റേഷൻ. ഞാൻ മുഴുമിക്കട്ടെ, വെമ്പുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ഫയർ സ്റ്റേഷൻ, പിന്നെ അതുപോലെ ഈ നമ്മുടെ ഹൈവേ അല്ല, ഈ NH ഊട്ടി ബൈപ്പാസ്, ഇത് റോഡ് സ്റ്റേറ്റ് ഹൈവേ, ഗാർഡനിങ്ങും കാര്യങ്ങളും, പിന്നെ അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ. പിന്നെ അതേപോലെ എടുത്തു പറയാൻ പറ്റുന്നതിൻ്റെ വാട്ടർ അതോറിറ്റീൻ്റെ ടാങ്ക് അരുവാക്കോട് കുന്നേൽ കൊണ്ടുവന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കൊരു MLA സ്ഥാനം കൊടുത്ത് പുള്ളി MLA ആയിക്കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ പുള്ളിയുടെ ബുദ്ധിക്കനുസരിച്ച് പുള്ളി ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ചോദ്യം. ഇതല്ല, അങ്ങനെ കഴിവുള്ള ആളെ തെരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ BJP സ്ഥാനാർത്ഥിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, BJP സ്ഥാനാർത്ഥി നിർത്തേണ്ടതില്ല എന്നാണോ? അല്ല, ഇനി ഞാൻ അതിലോട്ട് വരാം. എന്താ വെച്ച് കഴിഞ്ഞാലോ, CPM തന്നെ ഇവിടെ ചാലിയാർപ്പള്ളിയിൽ വല വീഴ്ച നിൽക്കുക ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുമെന്നുള്ളത്. ഊത്തകൾ കയറി വരുന്ന സമയമാണ് അത്. മിക്കവാറും 2 ദിവസം ഈ പെരുമഴയത്ത് കയറി വരും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്നാ എന്റെ ചോദ്യം. ഒന്നിച്ച് ഒരു വലയിൽ 2 മീനിനെ കൂടെ സ്രാവ് എന്തായാലും കിട്ടുകയില്ല. കടൽസ്രാവിന് എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയില്ല. മറുപടി പറഞ്ഞു. നല്ല കാൻഡിഡേറ്റ് അല്ലേ? പ്രാദേശികമായ വികസനത്തെ കുറിച്ചാണെങ്കിൽ അത് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. നിലമ്പൂരിന്റെ കവാടത്തിൽ നിന്ന് ഒരു 50 മീറ്റർ വരുമ്പോൾ കാണുന്നത് 10-30 വർഷമായി പൂട്ടിക്കിടക്കുന്ന വുഡ് കോംപ്ലക്സ് ആണ്. അത് നിലമ്പൂരിലെ വികസന മരവിപ്പിന്റെ സ്മാരകമാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു തൊഴിൽ സംരംഭമാണ്. അത് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. 30 വർഷമായി നിങ്ങൾ ബൈപ്പാസിന്റെ പദ്ധതിയുമായിട്ട് ജനങ്ങൾക്ക് മുൻപിൽ വരുന്നു. അത് ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല. ഇത് കേരളത്തിന്റെ എല്ലാ സാഹചര്യത്തിലും. ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എന്താ വെച്ചാൽ, ആലപ്പുഴയിലും കൊല്ലത്തും ബൈപ്പാസ് 30 വർഷം കഴിഞ്ഞതിന് ശേഷം മോദി ഗവൺമെന്റ് വന്ന് തുറന്നു കൊടുത്തു. വേണമെങ്കിൽ ഈ പറയുന്ന ബൈപ്പാസിന് 30 വർഷമായിരിക്കുന്നു. അത് നാഷണൽ ഹൈവേ ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയുന്നത്, ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഈ ജില്ലാ പഞ്ചായത്തിലൂടെ പ്രധാനമന്ത്രി സടക്ക് യോജനയിലൂടെ ഉണ്ടാക്കിയ റോഡുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്ത് സംരംഭമാണ് നിങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ പിതാവും നിലമ്പൂരിന് സംഭാവന ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കാം. അത് പറയാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയില്ല. പിന്നെ നാഷണൽ ഹൈവേയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ 1,13,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ രാജ്യത്തിന്റെ ഹൈവേ മാൻ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അതിൽ 600 മീറ്ററിന് എന്തോ സംഭവം പൊടിഞ്ഞുപോയി കേരളത്തിൽ. അത് ഞങ്ങൾ പരിഹരിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. അത് 130% കൂടുതലാണ് രാജ്യത്ത് 2004 മുതൽ 2014 വരെ ഉണ്ടാക്കിയ സംരംഭം. അതിൽ റീൽ എടുത്തിട്ടവരൊക്കെ അതിന് തിരിച്ചേൽപ്പിച്ചു പോയി എന്നുള്ളതാണ്. അവിടെ ദേശീയപാതയുടെ തകർച്ച ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും. ഈ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന സ്ഥാപനങ്ങളുണ്ട് എന്ന ചോദ്യമുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു, പിന്നെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ, അതിന് എത്രയാണ് മാർക്ക്?
ഇങ്ങനെ നിരവധി വിഷയങ്ങളിലെ മാർക്ക് അല്ല, അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവർ പറഞ്ഞ അദ്ദേഹം സൂചിപ്പിച്ചെടുത്ത ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ ചെയർമാൻ ആയിരുന്നതിനു ശേഷം ചെയർമാനും ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമല്ല എന്ന് പറയുന്ന ബിജെപിയുടെ പ്രതിനിധിക്ക് ഇത്ര സമയം കൊടുത്തിട്ട് ഈ ചർച്ചയുടെ ഗൗരവം നിങ്ങൾ കുറയ്ക്കരുത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എല്ലാവരോടും പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാവർക്കും മൂന്ന് അതിഥികളോടും ചോദ്യം ചോദിക്കാനുള്ള സൗകര്യമല്ല. ഇവിടെ കൃത്യമായി ഞങ്ങൾ പറയാം. അശോക് കുമാർ തുടക്കത്തിൽ പറഞ്ഞു ഇവരെ ഈ നാട് അകറ്റി നിർത്തുക. അതിന്റെ കാരണം എന്താ? ഇവിടെ തുടക്കത്തിൽ ഹമാസ് അടക്കം ഈ നാട്ടിലെ മനുഷ്യരുടെ ഇടയിലേക്ക് അപരവിദ്വേഷം പകർത്തുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയം മാത്രം പറയുന്ന ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിക്ക് ഇത്ര സമയം കൊടുക്കുക. തിരഞ്ഞെടുപ്പിലേക്ക് ഇവിടുത്തെ വികസന വിഷയങ്ങളിലേക്ക് വരാം. അങ്ങയുടെ പോയിന്റ് എന്തിന് ഇത്ര സമയം കൊടുക്കുന്നു? സംശയങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് മറുപടി അതൊക്കെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. എല്ലാവർക്കും സമയമുണ്ട്. നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അതിന്റെ ആദ്യ ഇടവേളയിലേക്കാണ് ശേഷം ബാക്കി ചോദ്യങ്ങളിലേക്ക് മറുപടിയിലേക്ക്. വികസനം അതുമാത്രമല്ലല്ലോ, സ്വാഭാവികമായും ദേശീയ വിഷയങ്ങൾ വരും, രാജ്യാന്തര വിഷയങ്ങൾ വരും, നിരവധി വിവാദ സംഭവങ്ങൾ വരും. എല്ലാം വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓരോരുത്തർ എങ്ങനെയാണ് വോട്ട് ചെയ്യുക, എന്തൊക്കെ വിഷയങ്ങൾ ആണ് വോട്ടർമാരുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയില്ല. നമ്മുടെ ചിഹ്നം ഏത് എന്ന് നിശ്ചയിക്കുന്ന ദിവസമാണ്. ആ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഈ സായാഹ്നത്തിൽ നമ്മൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ചോദ്യം തുടരാം, വളരെ വേഗത്തിൽ ചുരുക്കി എല്ലാവരിലേക്കും പോകണം. നിലമ്പൂരിന്റെ CPM ഓഫീസിന്റെ 5 അടി ദൂരത്തിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം മുന്നേ 314 ദിവസം ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ പട്ടിണി സമരം നടന്നത്. ആ സമരത്തിന്റെ അവസാനം ആ ബിന്ദു വൈലാശ്ശേരി എന്ന സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സർക്കാരിന് ബോധ്യം വന്നപ്പോഴാണ് അവരുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ടാക്കി 6 മാസത്തിനുള്ളിൽ 60 കുടുംബങ്ങൾക്ക് 50 സെന്റ് ഭൂമി വീതം നൽകുമെന്ന് കളക്ടറുടെ ഉറപ്പിന്മേൽ എഗ്രിമെന്റിന്മേൽ ആ സമരം അവസാനിപ്പിച്ചത്. ഒരു വർഷത്തിനിപ്പുറവും ആ ഭൂമി കിട്ടാതെ ആ പാവപ്പെട്ട ആദിവാസി മനുഷ്യർ ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന്റെ മുന്നിൽ ഒരാഴ്ചക്കാലത്തിലധികമായി സമരം നടത്തുകയാണ്. ആ വിഷയത്തിൽ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഈ ഇടതുപക്ഷമാണ് ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയത്. എന്നോട് ചോദ്യം ചോദിച്ച സുഹൃത്ത് ചരിത്രബോധം കുറച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അല്പമൊന്ന് പുറകോട്ട് പോകണം. 1957 പ്രഥമ EMSന്റെ നേതൃത്വത്തിൽ നടത്തി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, 1957 ശേഷം അല്ലെങ്കിൽ 47 മുതൽ ഇങ്ങോട്ട് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ടായിരുന്നു? എത്ര സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി? നിങ്ങൾ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ല. ഉള്ള ഭൂപരിഷ്കരണ നിയമം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് തുരങ്കം വെച്ചവരാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ 6 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റ്, 6 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റാണ്. അത് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട നേട്ടമായി എടുത്ത് കാണിക്കുകയാണ്. ഇപ്പൊ സമീപത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്. നിങ്ങൾ സിനിമ കാണുന്ന ആളാണെങ്കിൽ ആ സിനിമയൊന്ന് കാണണം. നരിവേട്ട എന്ന സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒരാളെ കുറിച്ച് മറുപടി പറയട്ടെ. നിങ്ങൾ അസ്വസ്ഥമാവണ്ട സുഹൃത്തെ, അസ്വസ്ഥമാവണ്ട. നിങ്ങൾ അവിടെ ഇരിക്കേ. ഒറ്റ സെക്കൻഡ്. ആ സിനിമയിൽ പറയട്ടെ, എന്റെ അവസരമാണ്. അവകാശം പറയരുത്. ഞങ്ങളെ വിമർശിക്കുന്ന സിനിമകൾക്ക് ആളുകൾ കാണട്ടെ. അതാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ ഇവിടെ കാണാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുണ്ട്. ഭൂമി സമരത്തോട് ഒരു കാലത്തെ UDFന്റെ ഗവൺമെന്റ് സമീപനം എന്തായിരുന്നു എന്ന് ഒരു സിനിമയിൽ കൂടി ഇപ്പോ വരച്ചു കാട്ടിയിട്ടുണ്ട്. ആ സിനിമ കാണണം. ഇപ്പൊ ചരിത്രത്തിൽ എല്ലാ കാലത്തും ആദിവാസികളോട് അങ്ങേയറ്റത്തെ വിദ്വേഷത്തോടുകൂടി അവരെ വെടിവെച്ച് കൊന്ന ഗവൺമെന്റാണ് UDFന്റെ ഗവൺമെന്റ്. അവരുടെ വക്താക്കളാണ് ഇപ്പൊ ഭൂമിയെ കുറിച്ച് ഇവിടെ പറയുന്നത്. 6 ലക്ഷം ആളുകൾക്ക് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ പട്ടയം കൊടുത്തു.
അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ആവശ്യമായ തർക്കത്തിലേക്കല്ല, അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ സമയമാണ്, അദ്ദേഹം പറയട്ടെ. 200 രൂപയിൽ നിന്ന് 1600 രൂപയാകിയിട്ട് ഇവിടെയുള്ള പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ കൊടുക്കുന്നില്ലേ? ആരാ കൊടുക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ഈ കേരളത്തിലല്ല ജീവിക്കുന്നത്, കേരളത്തിലല്ല ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തണ്ട. ഇവിടെ 200 രൂപ മറുപടി പറയും. ഒരു തർക്കമല്ല. അദ്ദേഹം പറയട്ടെ, അത് കഴിഞ്ഞ് ചോദ്യങ്ങളുടെ ചോദിക്കാം. ആദിവാസികളെ വെടിവെച്ചു കൊന്ന ഗവൺമെന്റിന്റെ വക്താക്കളായിട്ടുള്ള നിങ്ങൾക്ക് ആദിവാസി ഭൂമി വിതരണത്തെ കുറിച്ച് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് നിലമ്പൂരിലും കേരളത്തിലുടനീളം ആദിവാസികളെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആദിവാസി പ്രശ്നം ഭൂപരിഷ്കരണ നിയമത്തെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി. ധൈര്യമുണ്ടെങ്കിൽ കേൾക്കില്ല, എല്ലാവരും കൂടി സംസാരിച്ചാൽ കേൾക്കില്ല. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയിട്ട് ഒരു ചോദ്യമെല്ലാം ഇങ്ങോട്ട് ചോദിക്കും. ആദിവാസി ഭൂസമരത്തിന്റെ ഭാഗമായിട്ട് ആദിവാസികളെ വെടിവെച്ച് കൊന്നവരാ നിങ്ങൾ. ആദിവാസിയെ വെടിവെച്ച് കൊന്നവരാ നിങ്ങൾ. നിങ്ങൾ ആന്റണി, നിങ്ങൾ ഉമ്മൻചാണ്ടി ആദിവാസി സമരങ്ങളോട് വെടിവെച്ച് കൊന്നു. ആദിവാസി സമരത്തെ വെടിവെച്ചില്ലാതാക്കി. ആദിവാസികളുടെ കുടിലുകൾക്ക് തീ കൊളുത്തി. ആദിവാസികളുടെ കുടിലുകൾക്ക് തീ കൊളുത്തി. ആദിവാസിയുടെ കുടില് തീ കൊളുത്തിയിട്ടുള്ള പരാധവന്മാരാണ് നിങ്ങൾ. ശരി, അങ്ങ് നിലപാട് പറഞ്ഞു. അവരെ വെടിവെച്ച് നിലപാട് പറഞ്ഞു. ഈ സ്പെസിഫിക് വിഷയത്തിൽ അങ്ങേക്ക് അത് വിഷയം അറിയുന്നതാണോ? അങ്ങ് എല്ലാ വിഷയവും എടുത്ത് എല്ലാ വിഷയം അറിയണമെന്നില്ല, അറിയുന്ന വിഷയമാണോ? അങ്ങേക്ക് അതിൽ മറുപടി ഉണ്ടോ? പ്രാദേശികമായിട്ട് പലയിടങ്ങളിലും പല വിധത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരങ്ങളോടെല്ലാം ഗവൺമെന്റ് അനുഭാവപൂർണ്ണമായ സമയം സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയും ഉണ്ടായിട്ടുണ്ട്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനോടെല്ലാം അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെടാത്തതിന്റെ പേരിൽ വീണ്ടും മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ആദിവാസിക്ക് പലവിധ വിഷയങ്ങളുണ്ട്. ഒരു വിഷയത്തിൽ നമ്മൾ ആന്റണിയുടെ വാഗ്ദാനം 5 ഏക്കർ പോയിട്ട് 5 സെന്റ് കൊടുത്തിട്ടില്ല. ആദിവാസികൾ അവിടെ ഭൂമിയിൽ അവിടെ സമരം ചെയ്തു, വെടിവെച്ച് കൊന്നു. ആദിവാസികളുടെ കുടിലുകൾക്ക് തീ കൊളുത്തി. ഒറ്റ പോയിന്റ് വിഷയം അവസാനിപ്പിക്കണം. നിലമ്പൂരിന്റെ ചരിത്രം പറയുമ്പോൾ കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ എല്ലാ ചരിത്രവും പറയും. ആഗോള രാഷ്ട്രീയവും പറയും. അത് നിന്റെ സീറ്റ് വേണ്ട. ആഗോള രാഷ്ട്രീയം പറയും. നിലമ്പൂർ ഇലക്ഷനിൽ ആഗോള രാഷ്ട്രീയം പറയും. അത് നിന്റെ ഒന്നും സീറ്റ് വേണ്ട. ആഗോള രാഷ്ട്രീയം ചർച്ച ചെയ്യും. ശരി, നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിന്റെ സമ്മതം ആവശ്യമില്ല. നിലമ്പൂരിലെ പ്രശ്നം പറയും, അമേരിക്കയിലെ പ്രശ്നം പറയും, പലസ്തീനിലെ പ്രശ്നം പറയും. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. അത് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല. നിങ്ങളൊന്നും അനുവാദം ആവശ്യമില്ല. എല്ലാം പരസ്പര ബന്ധിതമാണ്. എല്ലാ രാഷ്ട്രീയവും ചർച്ച ചെയ്യും. ഒരു നിമിഷം ശ്രീ സനോജ്, ഒരു നിമിഷം ചർച്ച ചെയ്യും. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ഭയപ്പാട്? അങ്ങനെയല്ല. എന്തിനാണ് അഭിപ്രായം? ഒരു നിമിഷം. എന്തിനാ നിങ്ങൾ ഭയക്കുന്നു? ഒരു നിമിഷം. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അതിഥിയാണ്. അദ്ദേഹം കേരളത്തിലെ വളരെ ഒരു നിമിഷം നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യുവജന നേതാവാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ പറയുകയാണ്. ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ നിന്നാൽ അതുകൊണ്ട് തീരില്ല. UDF ചുരുക്കി ചോദിച്ചാൽ മതി. ഹലോ, നമ്മളിപ്പോ ചോദ്യം എന്താണ്, ഉത്തരം പറഞ്ഞ എന്താണ്? 50 വർഷം 60 വർഷം ചരിത്രമില്ല. ഇപ്പോഴത്തെ പോയിന്റ്, ഒരു വർഷം ഇങ്ങനെ പാർട്ടി ഓഫീസിന് മുമ്പിലാണ് നിരാഹാരം കടന്നത്. ഒരു വർഷം ഉടുക്കാനില്ല, തുണിയില്ല. നിങ്ങളുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഒരു വർഷം കഴിഞ്ഞ് മലപ്പുറം കളക്ടറേറ്റ് കൊണ്ടുപോയ ആൾക്കാർ ഞങ്ങള് കൊണ്ടുപോയി കളക്ടറേറ്റ് അവിടെ ഉത്തരവിട്ടു, അവർക്ക് സ്ഥലം കൊടുക്കാൻ, ഭൂമി കൊടുക്കാൻ. പിന്നെ ഒരു സമരത്തിന് പോയേക്കുക. അതിനെ കുറിച്ച് പറഞ്ഞത് ആഗോളം ഇസ്രയേലും അതൊന്നും പറയില്ല. ഞാൻ പറഞ്ഞത് ഉത്തരം പറയുന്നത് നിങ്ങളുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഒരു വർഷം കടന്നത്. ആദ്യമായി ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുത്തതിന് ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആദിവാസികളെ വെടിവെച്ച് കൊന്ന ചരിത്രമാണ്. സനോജ്, ഈ വിഷയം അവസാനിപ്പിക്കാം. ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം പൊതുവായി അവരുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചു. ഒരു വിഷയം ചർച്ച ചെയ്യാനല്ലോ നമ്മൾ ഇവിടുത്തെ UDF പ്രതിനിധിയോട് ഒരു നിമിഷം. UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ള ചോദ്യം ആർക്കെങ്കിലും UDF പ്രതിനിധിയോട് ചോദിക്കാൻ UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ള ചോദ്യം. അങ്ങനെ ഒരാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിതത്തിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശരി, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാ പോയിന്റ് അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പൊതുവായി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ആ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു, ഭൂമി വിതരണം ചെയ്തതിനെ പറ്റി പറഞ്ഞു, ആ സ്പെസിഫിക് വിഷയത്തെ കുറിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പൊതുവായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ചോദിക്കൂ. ഡോണാണോ?
ഇവിടെ UDFന്റെ പ്രതിനിധി കുഞ്ഞാക്കാന്റെ കാലത്ത് എന്തോ വികസനങ്ങൾ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ മാനവേദൻ സ്കൂളുണ്ട്. ആ മാനവേദൻ സ്കൂളില് ഈ കാണുന്ന നിലവാരത്തിലേക്ക് ഉയർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ്. ഇപ്പോ നമ്മുടെ റോഡ്, പൊതു സംവിധാനങ്ങൾ, ഇപ്പൊ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലത്ത് 2 മണിക്കൂർ വേണ്ടത് ഇന്ന് 1 മണിക്കൂറിനുള്ളിലെത്താം. ആ രീതിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഈ നാടിനകത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ ഇത് കുഞ്ഞാലിയുടെ ഫണ്ടാണ്. ഇവിടെ ആദിവാസി സമരത്തിന്റെ കാര്യം പറയാണ്. എന്ത് റോഡ്? ഈ റോഡ് ഈ റോഡിനെ കുറിച്ച് വീതി കൂട്ടാതെ കഴിഞ്ഞിട്ടുണ്ടോ? ഈ റോഡ് നിങ്ങൾ വിഷയത്തിൽ മാറണ്ട. നിങ്ങൾ കച്ചറ ഉണ്ടാക്കിയത് കൊണ്ട് ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങൾ മാറാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ ഈ ചർച്ച അലമ്പാക്കിയത് കൊണ്ട് ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങൾ മറച്ചു വെക്കാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്കൊന്നുമില്ല. നിങ്ങൾ നോക്ക്, അമരമ്പലം മലയോര പാത, തീരദേശ ഹൈവേ നോക്ക്, തീരദേശ ഹൈവേ നോക്ക്. ഇതിപ്പോ ഒരു തർക്കത്തിൽ പോകുന്ന ഒരു സ്ഥലമല്ല, രമ്യതയുള്ള സ്ഥലമാണ്. ഈ റോഡ് നിലമ്പൂർ വളരെ രമ്യതയിൽ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മറുപടി, ഇവിടെ മറുപടി. ഒരു നിമിഷം ഇതിന് മറുപടി പറയാം. അതിന് മറുപടി പറയാം. ഒരു നിമിഷം. ചോദ്യം കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ചോദ്യം പൂർത്തീകരിക്കും. തർക്കം വേണ്ട. ചോദ്യം കഴിഞ്ഞോ? അല്ല, ഇവിടെ നെഞ്ചങ്കോട് പദ്ധതിയുടെ കാര്യം പറയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം ദേശീയപാത അടക്കം വേണ്ട എന്ന് വെച്ച് പൂട്ടിപ്പോയവരല്ലവര്. അതുകൂടെ നടപ്പിലായില്ലേ? എന്നിട്ട് ഇവിടെ പറയാ പിണറായി. ഇവര് പറയുന്ന പിണറായി എന്താണ്? ഇവര് സൂചിപ്പിക്കുന്ന പിണറായി എന്താണ്? ഇവിടുത്തെ പാവപ്പെട്ടവൻ പഠിക്കുന്ന സ്കൂളിന്റെ ഗുണനിലവാരം. മാനവേദൻ ഹൈസ്കൂൾ. എനിക്ക് ഒരു നിമിഷം. ഇവിടുത്തെ വലിയ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ്. മാനവേദൻ സ്കൂൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്തു? ഞാൻ പറയട്ടെ. ശരി, അങ്ങ് പറയും. പിണറായിസം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം? പറയട്ടെ. ഇവിടെ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഈ രണ്ടും ഒന്നാണ്. പറയട്ടെ, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം, എല്ലാത്തിനും മറുപടി പറയാം. പറയൂ. ഇവര് രണ്ടും ഒന്നാണ്. ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ വിദ്വേഷം വളർത്തുന്നവരാണ്. അംബേദ്കർ കോളനിയിൽ നിന്നൊരു പെൺകുട്ടി തന്റെ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ച് ഓടുന്ന ഒരു ചിത്രം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അത് ബുൾഡോസർ രാജായിരുന്നു. ഒരു ഭാഗത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഐക്യം തകർക്കാനുള്ള നീക്കത്തിലൂടെ രാഷ്ട്രീയ ലാഭം കൊതിക്കുന്ന BJP, മറുഭാഗത്ത് ഇവിടെ മലപ്പുറം ജില്ലയിൽ 150 കിലോഗ്രാം സ്വർണം, അതുപോലെ 123 കോടി രൂപയുടെ ഹവാല പണം മലപ്പുറം ജില്ലയിലേക്ക് വന്നത് ആന്റി സ്റ്റേറ്റ് ആൻഡ് ആന്റി നാഷണൽ ആക്ടിവിറ്റി എന്നതിനു വേണ്ടി മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ദ ഹിന്ദു എന്നറിയപ്പെടുന്ന ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകിയത് അമിത്ഷയെയും അതുപോലെ നരേന്ദ്രമോദിയെയും പ്രീണിപ്പിക്കാൻ ദ ഹിന്ദുവിൽ ഡൽഹിയിൽ പോയി അഭിമുഖം നൽകി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇവരൊന്നാ 48 തവണ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതി ഒരേ ഒരു കേസാണ് മാറ്റിവെച്ചത്. അത് SNC ലാവ്ലിൻ കേസാണ്. EDയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവരുടേത് ചില കോംപ്രമൈസ് ടോക്കിലേക്ക് എത്തും. ഇപ്പൊ തൃശൂർ പൂരം കലക്കിയാണ് ഒരു MP-യെ CJP ഉണ്ടാക്കിയത് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളല്ലല്ലോ അത് പറഞ്ഞത്. അത് പറയുന്നത് പൊതുസമൂഹം മാത്രമല്ല, CPI ഉൾപ്പെടെയുള്ള കക്ഷിയുടെ നേതാക്കന്മാർ ഈ അഭിപ്രായം പറയാം. സുനിൽകുമാർ തന്നെ അഭിപ്രായം പറഞ്ഞു. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ, മുഴുവനാക്കട്ടെ. ഞാൻ മിണ്ടാകുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇവിടെ 77-ന് ശേഷമാണ് വികസനം വന്നത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കാൻ. മാനവേദനെ കുറിച്ച് പറഞ്ഞു. ആ മാനവേദൻ സ്കൂളിനകത്തേക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക മാത്രമല്ല ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈപ്പത്തിയിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഇന്നലത്തെ ചെയർമാൻ, നമ്മുടെ നഗരസഭയുടെ പിതാവ്, മുനിസിപ്പാലിറ്റിയുടെ പിതാവ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയാണ്. ഓരോ പദ്ധതികൾ പറയട്ടെ. ഈ പദ്ധതികളൊക്കെ നടപ്പാക്കി തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് തോറ്റുപോയി. ഞാനത് ചരിത്രമായതുകൊണ്ട് പറഞ്ഞാണ്. എന്നോട് തോറ്റുപോവുകയല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷുകാരെ കൊണ്ടുവരാൻ
കേരളത്തിനകത്തല്ല, ഇന്ത്യയിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? 40 വയസ്സായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മിനിമം 4ാം ക്ലാസ് വിദ്യാഭ്യാസമെങ്കിലും എത്തിക്കണം എന്ന ഒരു തീരുമാനമെടുത്ത ആളുണ്ടോ? സ്ത്രീകൾ, പെൺകുട്ടികൾ, നേരത്തെ കല്യാണം കഴിച്ചു പോയവർക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരവുമായി ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് നടപ്പാക്കിയ ഒരു പഞ്ചായത്തെ അധിപനെ കാണിക്കാൻ സാധ്യമാണോ? ഇല്ല. അതുകൊണ്ട് അയാൾക്ക് വോട്ട് കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാ. അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥി CPM-നുമില്ല, BJP-ക്കുമില്ല. ഇവർ പ്രതീക്ഷിച്ചത് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും പാലക്കാട് മോഡൽ വരുമെന്നാണ്. ആ വെള്ളമങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ നിന്ന് ഒരാളെയും പ്രതീക്ഷിക്കേണ്ടത് മാത്രമല്ല, കെട്ടിവെച്ച കാശ് ഈ നിലമ്പൂരിന്റെ മക്കൾ നൽകില്ല. അത് കാണാനിരിക്കുന്നതാണ്. ഷൗക്കത്തിന്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമാണ്. ഇനി ആ ചോദ്യത്തിന് മറുപടി പറയട്ടെ. അതാണ് ആ സമയത്ത് അടുത്ത ബ്രേക്കിലേക്ക് പോകാൻ സമയം. അത് ഞാൻ പറഞ്ഞു. ഞാൻ വികസനം പറയാം. ഇവിടേക്ക് നമ്മുടെ പാലങ്ങൾ കൊണ്ടുവന്നു, സ്കൂളുകൾ, ജില്ലാ ആശുപത്രി, താലൂക്ക് ഹോസ്പിറ്റൽ, എല്ലാ പഞ്ചായത്തുകളുടെ മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ. താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് ഡയാലിസിസ് ആദ്യമായി താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല, കേരളത്തിന്റെ ചരിത്രത്തിലെന്നല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ഫ്രീ ആയി നൽകിയ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടായെങ്കിൽ അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ്. അടുത്ത് പറയട്ടെ, നമ്മൾ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നല്ലോ. അത് UDF-ന്റെ ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. അനുമതി നൽകിയത് ഷാരിയാടൻ മുഹമ്മദ് മന്ത്രിയായിട്ടുള്ള കാലഘട്ടത്തിലാണ്. അതിന് ഒരു വാടക കെട്ടിടമല്ലാതെ സ്വന്തമായ ഒരു കെട്ടിടം നൽകാൻ 9 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇതാ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം എടുക്കണല്ലോ. നിലമ്പൂർ ബൈപ്പാസ് 36 കോടിയാണ് ഞങ്ങൾ നാടുകാണി പരപ്പനങ്ങാടി റോഡ് UDF ആണ് തുടക്കം കുറിച്ചത്. 175 കോടി അതിൽ നിന്ന് വെട്ടി. അത് ഒന്നും തന്നെ ഇപ്പൊ നടപ്പാക്കുന്നില്ല. നെഞ്ചൻകോട് റെയിൽവേ നടപടി ഞങ്ങൾ തുടങ്ങി, 2 കോടി നീക്കിവെച്ചു. അത് അവിടെ വെച്ച് നിന്നു, ഇപ്പോഴില്ല. മലയോര ഹൈവേ UDF തുടങ്ങി, നടന്നിട്ടില്ല. പ്രളയം വന്നപ്പോ കനോലി പ്ലോട്ട് നശിച്ചുപോയി. ഇതുവരെ അതൊന്ന് തിരിച്ചു വെക്കാൻ പോലും നമ്മുടെ പിണറായിയുടെ കുട്ടികൾക്ക് സാധ്യമായിട്ടില്ല. കവളപ്പാറ ദുരിതബാധിതരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. സംരക്ഷിക്കാൻ ഒരാളുണ്ടായെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയും അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി എന്നാണ് UDF പ്രതിനിധിയുടെ വാദം. നിലമ്പൂരിന്റെ വികസന വിഷയത്തിലേക്കൂടി ഒരു നിമിഷം, നിലമ്പൂരിന്റെ വികസന വിഷയത്തിലേക്കൂടി ഈ ചർച്ച വന്നത് അത് ഏറ്റവും നല്ലത്, വളരെ പോസിറ്റീവായ എനർജിയാണത്. VK സനോജിന് സ്വാഭാവികമായും നിലമ്പൂരിന്റെ വികസന കാര്യത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനത്തിലും വിശദമായ ലിസ്റ്റ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹവും ലിസ്റ്റ് തയ്യാറാക്കി തന്നെയാണ് വന്നത്. മറുപടി പറയാനുണ്ടാകും. BJP പ്രതിനിധിയിലേക്ക് എത്താം. അനിവാര്യമായ ഒരു ചെറിയ ഇടവേള, വേഗത്തിൽ തിരികെ. വികസനമുണ്ട്, രാഷ്ട്രീയമുണ്ട്. നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും മണ്ണിന്റെ മണമാണ്. അതിസമ്പന്നർ മുതൽ ഏറ്റവും സാധാരണക്കാർ, പാവങ്ങൾ, എല്ലാവരുമുള്ളൊരു മണ്ഡലം. ഈ മണ്ഡലം ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സ്പന്ദനമാണ്, ജീവിതമാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളൊക്കെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയും മനുഷ്യരും ഒക്കെയുള്ള മണ്ണാണ്. ഇവിടുത്തെ രാഷ്ട്രീയ ബോധം, ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, അത് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ദീർഘനൂറ്റാണ്ടുകൾ മുന്നിലേക്കും പിന്നീട് ഇങ്ങോട്ടും ഈ ദിവസം ഈ സായാഹ്നവും വരെ നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ഈ തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, അതിനപ്പുറത്തേക്കൊന്നും അത് പോകുന്നില്ല. ശ്രീ VK സനോജ് പട്ടിക തയ്യാറാക്കി എണ്ണി എണ്ണി പറയുകയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ പോരായ്മകൾ എന്താണ് എന്ന്. നിലമ്പൂർ മണ്ഡലത്തിൽ UDF-ന്റെ കാലത്ത്, ആര്യാടൻ ഇവിടെ MLA ആയിരുന്ന കാലത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ എങ്ങനെയാണ് അങ്ങ് സംസ്ഥാന സർക്കാരിന്റെ കൗണ്ടർ ചെയ്യുന്നത്? വളരെ ഗൗരവമായിട്ടുള്ള ചില രാഷ്ട്രീയ ആരോപണങ്ങൾ UDF-ന്റെ പ്രതി ഉന്നയിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ സംഘപരിവാരുമായിട്ട് എന്തോ സന്ധി ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടും UDF-ന്റെ പ്രതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. 1920 രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എണ്ണമറ്റ നീക്കങ്ങളുണ്ട്. പക്ഷെ അന്ന് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് ബ്രിട്ടീഷ് ഭരണകൂടം പോലും എടുത്തിട്ടില്ല. ഇന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതി ചേർത്തുകൊണ്ട് BJP ഭരിക്കുന്ന ഗവൺമെന്റ് ED സംവിധാനം കേസെടുത്തിരിക്കുകയാണ്. അപ്പോ എന്തിനാ കേസെടുത്തത്? കേസെടുത്തത് RSS വിരുദ്ധമായ ആശയത്തെ ഈ രാജ്യത്ത്
പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. കരുവന്നൂരിലെ RSS നിക്ഷേപകരുടെ വിരുദ്ധമായ പണം ആശയത്തെ കവർന്നതിനാണ് കേസ്. ഈ രാജ്യത്ത് അങ്ങേക്ക് മറുപടി പറയാം. ഒരു നിമിഷം. ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ്. ആരാ ആക്ഷേപിക്കുന്നത്? ഇവർക്ക് ആക്ഷേപിക്കാൻ എന്താ അവകാശം? ഇന്ന് രാജ്യത്തിന്റെ പാർലമെന്റിലിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ നോക്കിയാൽ, നിങ്ങൾ ഈ പറയുന്ന മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ നോക്കിയാൽ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും നോക്കിയാൽ, അതിനകത്തെല്ലാം കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ കാണാം, കോൺഗ്രസിന്റെ MP-മാരെ കാണാം, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരെ കാണാം. ഇവരെല്ലാം ഒന്നടങ്കം പർച്ചേസ് ചെയ്യാൻ പാകത്തിൽ നോട്ട് കെട്ട് കണ്ടാൽ മഞ്ഞളിച്ച് അല്ലെങ്കിൽ ED-യെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അശോക് ചവാൻ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ വൻ നേതാവുണ്ടായിരുന്നു കോൺഗ്രസിന്റെ. അശോക് ചവാനോട് ചോദിച്ചു, കോൺഗ്രസിന്റെ വലിയ നേതാവാ, വലിയ പവർഫുള്ളായ ലീഡറാ, ജയിലിൽ വേണോ അല്ലെങ്കിൽ BJP-യിൽ ചേരുന്നെന്ന് ചോദിച്ചു. മുട്ട് പറച്ചിട്ട് അശോക് ചവാനും കൂട്ടരും പറഞ്ഞു, ഞാനിതാ BJP-യിലേക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയ 300-ലധികം നേതാക്കളുള്ള പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. ഉളുപ്പില്ലാതെ പറയുന്നു, നാണമില്ലാതെ പറയുന്നു, നിങ്ങളും BJP-യും ഞാൻ പറയാം. ഇവരുടെ നേതാവ് VD സതീശൻ RSS-ന്റെ താത്വികാചാര്യന്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിട്ട് മുട്ടുകുത്തി നിന്നിട്ട് പ്രാർത്ഥന നടത്തി വിളക്ക് കൊളുത്തിയിട്ടുള്ള ആൾ. അവരുടെ ക്ലാസ്, അവരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നതിന്റെ മഹാത്മ്യം വിളിച്ചു പറയുന്ന ആൾ. RSS-ന്റെ ശാഖയ്ക്ക് ഞാനായിരുന്നു പണ്ട് കാവൽ നിന്ന് സുധാകരന്റെ അനുയായിക്ക് നിലമ്പൂരിലും ഈ രാഷ്ട്രീയത്തിനൊക്കെ പ്രസക്തി ഉണ്ടോ? എന്ത് അവകാശമാണ് ഞങ്ങളെ കുറിച്ച് പറയാൻ? നിലമ്പൂരിലും ഈ രാഷ്ട്രീയത്തിന് പ്രസക്തി ഉണ്ടോ? അതുകൊണ്ട് ഞങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധമായ ആശയത്തിന്, ഞങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധമായ ആശയത്തിന് കോൺഗ്രസിന്റെ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. അതെല്ലാം 4ആയി മടക്കിയിട്ട് സ്വന്തം പോക്കറ്റിൽ വെച്ചാൽ മതി. നിങ്ങളാണ് യഥേഷ്ടം RSS-മായി പല ഘട്ടത്തിലും നൂറുകണക്ക് ചരിത്രം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. നിലമ്പൂരിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു ഒരു വികസനവും പറയട്ടെ കോൺഗ്രസിന്റെ നേതാവ് സംസാരിച്ചപ്പോ ഞാനെല്ലാം കേട്ടു. നിങ്ങൾ പറയുമ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. മറുപടി പറയാൻ നിങ്ങൾ അവസരം തരണം. ആളുകളെ കൈയടിച്ച് ബഹളമുണ്ടാക്കിയാൽ പോവില്ല. അതുകൊണ്ട് എന്റെ അവസരമാണ്, ഞാൻ മറുപടി പറയട്ടെ. അവസരമാണ്. ഞാൻ അയാളുടെ അവസരത്തിൽ ഇടപെട്ടിട്ടില്ല. സദസ്സിലെ ശക്തി വെച്ചല്ലോ, സദസ്സിലുള്ള ആളുകളുടെ എണ്ണം വെച്ചല്ലോ. ഒരാൾക്ക് പറയാനുള്ളത് പറയണ്ടേ? UDF കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം പറയട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കണം. വെച്ചാൽ സമയം പോകും. എന്നെ പറയാൻ അനുവദിക്കാതെ ഈ ചർച്ച മുന്നോട്ട് പോവില്ല. അങ്ങനെ ബഹളം വെച്ച് മുന്നേറണ്ട. അയാൾ കുറെ പ്രാദേശിക വികസനത്തെ കുറിച്ച് പറഞ്ഞു. ശരി, ആ വിഷയം വിടാം. ഞാൻ പറയുന്നത് നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യപത്രമാണിത്. 2000-ൽ കൂടുതൽ കോടി രൂപയുടെ എന്ത് ഫ്ലക്സ് ബോർഡ് ഇവിടെ മലയോര ഹൈവേ വന്നില്ലേ? മലയോര ഹൈവേ ഇവിടെ ഇല്ലേ? ശരി, ഒറ്റ നിമിഷം. മലയോര ഹൈവേ എണ്ണി പറയാൻ 3 പേർക്കും പലതുമുണ്ട്. തിരികെ ഒരിടവേള കൂടി. ഇടവേള പോയ സമയത്തും ഇവിടെ തർക്കങ്ങളാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല, രാഷ്ട്രീയമല്ല നിലമ്പൂരിന്റെ വികസനം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന ചോദ്യമൊക്കെയാണ്. വികസനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലമ്പൂരിലേക്ക് വരുന്നുണ്ട്. ശ്രീ VK സനോജ്, അങ്ങ് അല്പനേരം കൂടുതൽ സംസാരിച്ചു എന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. വികസനത്തിൽ ഇവർക്ക് സംശയമുണ്ട്. ശരി, അത് പറഞ്ഞു അവസാനം. റോഡിന് വേണ്ടി 291 കോടി രൂപയുടെ വികസനത്തിന് പണം ഇവിടെ ചെലവഴിച്ചു. പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി 82 കോടി, ആദിവാസി ഊരുകളിൽ സമ്പൂർണ്ണ വൈദ്യുതിക്ക് വേണ്ടി 4 കോടി, കുടിവെള്ള പദ്ധതിക്ക് 700 കോടി, ഇങ്ങനെയെല്ലാം ചേർത്ത് 2000-ൽ കൂടുതൽ കോടി. UDF-ന്റെ കാലത്ത് പവർ കട്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോ 9 വയസ്സുള്ള കുട്ടിക്ക് പവർ കട്ട് എന്താണെന്ന് അറിയില്ല. കാരണം 9 വർഷമായിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്താണ് എന്ന് 9 വയസ്സുള്ള കുട്ടിക്ക് അറിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തുടർച്ചയായിട്ടുള്ള 9 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്. ഇന്ത്യയിൽ എവിടെയുണ്ട് സമ്പൂർണ്ണ വൈദ്യുതി? ഇന്ത്യയിൽ എവിടെയാണ് സമ്പൂർണ്ണമായി വൈദ്യുതിവൽക്കരണം നടപ്പാക്കിയ സംസ്ഥാനം? കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ശരി, നിങ്ങൾ പഞ്ചാബിലുണ്ടായിരുന്നോ? നിങ്ങൾ ഭരിച്ച മഹാരാഷ്ട്രയിലുണ്ടായിരുന്നോ? ഒരിടത്തുമില്ല. ഇന്ത്യയിൽ കേരളമാണ് ഒന്നാമത് നിൽക്കുന്നത്. ഇന്ത്യയിൽ കേരളമാണ് സമ്പൂർണ്ണ വൈദ്യുതി.
ഇടതുപക്ഷത്തിന് നേട്ടമാണ്. ചോദ്യം ചോദിക്കും. ഒറ്റ സെക്കൻഡ് ചോദ്യം ചോദിച്ചാൽ ബി ജെ പി പ്രതിനിധിയിലേക്ക് ചോദ്യം ചുരുക്കി ചോദിക്കുന്ന സമയമില്ല. സനോജ് പറഞ്ഞതിന് മറുപടി പറഞ്ഞതിന് ശേഷം സനോജ് പറയുന്നത് ഈ കരിവന്നൂർ ബാങ്കിൽ കർഷകർ, തൊഴിലാളികൾ, പാവപ്പെട്ട സ്ത്രീകൾ, തട്ടുകടക്കാർ, കച്ചവടക്കാർ ഇവരൊക്കെ മുണ്ട് മുറുക്കിയെടുത്ത് 1000, 500, 100 ആയിട്ട് കൊണ്ടുപോയി നിക്ഷേപിച്ച 180 കോടി രൂപ സഖാക്കളെല്ലാവരും കൂടി കവർന്നെടുത്തത് ഞങ്ങൾ ED-യെ വിട്ട് പിടിപ്പിച്ചു. അതാണ് RSS ചെയ്ത അപരാധമെങ്കിൽ ആ അപരാധം CPM-നെതിരെ ഇനിയും 100 തവണ ചെയ്യും. ആ ചെയ്തതിന്റെ ഫലമാണ് CPM-നെ നേരിട്ട ഏറ്റവും അതുകൊണ്ടാണ് ആളുകൾ കമ്മീഷൻ വാങ്ങുകയാണ് പറയുന്നത്. നിങ്ങളുടെ ED 3 കോടി കമ്മീഷൻ ED-യുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അറസ്റ്റിലായിരിക്കുകയാണ്. ED-യുടെ ഒരു കാര്യം, ED-യുടെ അസിസ്റ്റന്റ് ഡയറക്ടർ വിജിലൻസ് പിടിച്ചിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ED എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ED മോഡിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ED എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ആദിവാസി പദ്ധതികൾ, ഈ പദ്ധതികളെല്ലാം ED എന്ന് പറഞ്ഞാൽ മോഡി അങ്ങ് സംസാരിച്ചു. ഒരു നിമിഷം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, ബഹളം മാത്രമേ ഉള്ളൂ. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ സുപ്രീം കോടതി പറഞ്ഞത് കൂട്ടുകടക്കപ്പെട്ടതാണ്. ഭയപ്പെടുത്താൻ നോക്കണ്ട. ED എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എല്ലാവരും സംസാരിച്ചാൽ ആരും കേൾക്കില്ല. നമുക്കൊരു 5 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ. ഞാൻ പറയാൻ അനുവദിച്ചില്ല. അദ്ദേഹത്തിന് പറയാൻ അദ്ദേഹം ഒന്ന് പറഞ്ഞ ഈ സർക്കാരിന്റെ കേരളത്തിൽ പവർ കട്ട് അവസാനിപ്പിച്ചത് ഈ സർക്കാരിന്റെ നയമെന്നുള്ളത് 5 പൈസ ധനമന്ത്രി തന്നെ പറയുന്നു. 4 നയ പൈസ കയ്യിലെടുക്കാനില്ല. രണ്ടുപേരും ഒരുമിച്ച് 4 രൂപ 29 പൈസയുടേത് പറഞ്ഞു കഴിഞ്ഞെടുത്ത് പിന്നെ നേട്ടങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെ ജനാധിപത്യപരമായ പരിപാടിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവസാനിപ്പിച്ചിട്ട് പോയാൽ മതി. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പറയണത് അല്ല, കേരളത്തിന്റെ ധനമന്ത്രി പറയുന്നത് കയ്യിൽ നയാ പൈസ ഇല്ല എന്നാണ്. ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, മദ്യത്തിൽ നിന്നുള്ള വാറ്റ്, അതുപോലെ തന്നെ പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനം, ഇത് ശമ്പളം കൊടുക്കാൻ തികയില്ല എന്ന് പറയുന്ന LDF-ന്റെ സർക്കാർ എങ്ങനെയാണ് വികസന പരിപാടികൾ നടപ്പിലാക്കുന്നത്? സനോജ് പറഞ്ഞ മുഴുവൻ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ്. ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തത് നിങ്ങൾ KCB-യുടെ മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നത് പദ്ധതിയാണ്. അല്ല, ഞാൻ കാഴ്ചക്കാരനാണ് സത്യത്തിൽ. ഞങ്ങൾക്ക് ഇങ്ങനെ 2 ആൾക്കാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്താ ചേട്ടന്റെ പേരില്ല? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. മൈക്ക് ഓഫ് ആക്കാൻ പറ്റൂലേ? മൈക്ക് ഓഫ് ആക്കാൻ പറ്റൂലേ? ഞങ്ങൾക്ക് ചോദ്യം, ഈ സ്ഥാനാർത്ഥി ഇല്ലാത്ത 2 പേരുടെ വാക്കുകൾക്ക് ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? അതല്ലേ നമ്മളെ ഇത്രയും 1 മണിക്കൂർ ഉണ്ടായിട്ട് നിലമ്പൂരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിപ്പിക്കാം. ഒറ്റ നിമിഷം. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. സത്യത്തിൽ ഞാൻ കാഴ്ചക്കാരനായിരുന്നു. 3 പേരും ഒന്ന് വളരെ ചുരുക്കി ഒരു 30 സെക്കൻഡ് വീതം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ്. ഇനി ചോദ്യമില്ല. എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങ് പറയൂ, പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയമില്ല. ഒന്ന്, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷം അതിന്റെ ചരിത്ര വിജയം ആവർത്തിക്കും എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഈ കേരളത്തിലാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാവണമെന്ന് ഈ കേരളീയ നാട് ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രതിഫലനം ഉൾപ്പെടെ ഈ ബിജെപിയുടെ വർത്തമാനകാലത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന ദേശവിരുദ്ധ നിലപാടുകൾക്കും ഇടതുപക്ഷത്തിന്റെ അഴിമതിക്കുമെതിരായിട്ടുള്ള ജനവിധിയാണ് നിലമ്പൂർ ഉണ്ടാവാൻ പോകുന്നത്. പെൻഷൻ നൽകുന്നില്ല,
ആശാവർക്കർമാർ ഒരു ഭാഗത്ത് സമരത്തിലാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് 4ാം വാർഷികം ആഘോഷിക്കാൻ 25 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവന് 1 രൂപ നൽകാൻ കഴിയുന്നില്ല. 1 രൂപയല്ല, 1600 കൊടുക്കുന്നത്. മരുന്ന് നൽകാനുള്ളത് 800 കോടി. കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള പേപ്പർ 44 കോടി രൂപ. സമയം കഴിഞ്ഞു. സർക്കാരിന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകം UDF കാലത്ത് ഉണ്ടായിട്ടില്ല. പാഠപുസ്തകം കൊടുത്തിട്ടില്ല. ശരി, ഇതാ കാണൂ, ഇതാ കേൾക്കൂ. ഇതാണ് സംഘർഷഭരിതമായ നിലമ്പൂരിന്റെ രാഷ്ട്രീയം. സംഘർഷഭരിതമാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് വികസനം ഉണ്ടാകണമെന്ന ജനങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം. വളരെ പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ മേഖലകൾ, ഒരു നിമിഷം അവസാനിപ്പിക്കട്ടെ, വളരെ പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ മേഖലകൾ, അവിടുത്തെ വികസനം, അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരുടെയും സാധാരണ മനുഷ്യരുടെയും എല്ലാം ആവശ്യമാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയം സംഘർഷഭരിതമാകുന്നത് അത് വികസനമടക്കം ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങളടക്കം. അത് പക്ഷേ ഒരു സംഘർഷം എന്നത് അക്രമത്തിന്റെ സ്റ്റൈലിലേക്കല്ല. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിന് ആർക്ക് മാർക്ക് എന്ന ചോദ്യമാണ്. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്ക്, സദസ്യർക്ക് എല്ലാവർക്കും നന്ദി. നാളെ നമ്മൾ വിശദമായി വീണ്ടും ചർച്ച ചെയ്യും. നാളെ വീണ്ടും വിശദമായി ചർച്ച ചെയ്യും.